സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. So last class we have discussed about Daniell cell in detail. What was a Daniell cell, how a Daniell cell is constructed, and its equation, its representation we have discussed, and also the importance of salt bridge we all discussed. These all concepts we have discussed in detail. So today we are going to discuss some of the important concepts. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതറിയണം. നിങ്ങൾക്ക് അറിയാം, കുറേയൊക്കെ ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റ്സാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ് എന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ, എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കുറച്ചുകൂടെ ഡെപ്തിൽ ഞാൻ ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു തരും. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ, വാട്ട് എ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, EMF. അതോടൊപ്പം നമ്മൾ ഇന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് വാട്ട് ഇസ് SHE. ഷീ എന്നൊരിക്കലും വായിക്കരുത്, ദാറ്റ് ഇസ് SHE തന്നെ വായിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കും വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്തോ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് അല്ലേ. എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? അതായത് whenever a metal rod is dipped in a solution of its own, when a metal rod is dipped in a solution of its own, there develop a small potential difference at the interface of the metal and the solution, and that potential difference is known as electrode potential. എന്താണ്? When a metal is dipped in a solution of its own ion, there developed a potential difference at the electrode and the electrolyte, ആ സൊല്യൂഷൻ്റെ electrode and the electrolyte interface, and that potential is known as electrode potential. എന്താണെന്ന് മനസ്സിലായി? ഡെഫിനേഷൻ കേൾക്കുമ്പോൾ സിമ്പിളാണ്. ഇതന്നെ കോൺസെപ്റ്റും സിമ്പിൾ. അതായത് ഒരു മെറ്റൽ അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് മെറ്റലിൻ്റെയും സൊല്യൂഷൻ്റെയും ഇൻ്റർഫേസിൽ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു പൊട്ടൻഷ്യലിനാണ് ആ ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? അതായത് നമ്മൾ ഡാനിയൽ സെല്ല് കൺസ്ട്രക്ട് ചെയ്തു. സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടും കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടും. അപ്പം ഞാൻ പറഞ്ഞു സിങ്ക് വിൽ അക്വയർസ് എ നെഗറ്റീവ് ചാർജ് in respect to the solution and copper will acquire a positive charge with respect to the solution. അങ്ങനെ ഒരു പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഓരോ ഇലക്ട്രോഡിന് എങ്ങനെയാണ് കിട്ടുന്നത്? അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു മെറ്റൽ അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പം ഞാനൊരു ഹാഫ് സെല്ല് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല. ഞാൻ ഒരു സെല്ല് മാത്രം കൺസ്ട്രക്ട് ചെയ്യണം. അതിൽ എന്ന് പറഞ്ഞ മെറ്റൽ അതിൻ്റെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഇനി വേണ്ട സിങ്ക് സൾഫേറ്റിൽ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പോൾ സിങ്കിന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ട്? സിങ്ക് ഹാസ് എ ടെൻഡൻസി ടു ഡൊണേറ്റ്സ് ഇറ്റ് 2 ഇലക്ട്രോൺ ആൻഡ് ഫോം Zn2+ അയോൺ. അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അതേപോലെ തന്നെ ഈ Zn2+, ആ സൊല്യൂഷനിലെ Zn2+ന് ആ 2 ഇലക്ട്രോണിന് ഇതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ആട്ടോ, അല്ലാതെ ഇതവിടെ വെച്ച് അങ്ങനെ നടക്കും. ഇത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഇപ്പോൾ Zn2+, സൊല്യൂഷനിലുള്ള Zn2+ന് ആ 2 ഇലക്ട്രോണിനെ എടുത്തിട്ട് വീണ്ടും സിങ്ക് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. സിങ്കിൻ്റെ കേസിലല്ല, whenever metal is reactive and it is dipped in a solution of its own ion, the metal has a tendency to donate 2 electron and convert into Zn2+, and the Zn2+ which is present in the liquid has a tendency to convert back into Z. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെത്തും. ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെത്തുക എന്ന് പറഞ്ഞാൽ ബോത്ത് ദി ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ. രണ്ടാളും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. ആ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പം ഏതെങ്കിലും ഒരു റിയാക്ഷൻ ആയിരിക്കും ഒരാളെക്കാളും മുന്നിൽ നിൽക്കുന്നുണ്ടാവുക. ദാറ്റ് ഇസ് ദ റിയാക്ഷൻ വിച്ച് ഇസ് മോർ ആക്റ്റീവ്. അതായിരിക്കും അവിടെ ആ ഒരു റിയാക്ഷൻ്റെ നേച്ചറായിരിക്കും ആ ഒരു ഇലക്ട്രോഡിന് കിട്ടുക. അതായത് ഇപ്പോൾ സിങ്ക് ലൂസ് ചെയ്യേണ്ട 2 ഇലക്ട്രോണ് Zn2+, അപ്പോൾ തന്നെ Zn2+, ലിക്വിഡിലെ Zn2+ അത് എടുക്കുന്നു, തിരിച്ച് സിങ്കിലേക്ക് മാറുന്നു. ഈ ഒരു പ്രോസസ്സിൽ പെട്ടെന്ന് ഇക്വിലിബ്രിയത്തിലെത്തുമ്പോൾ ദ ടെൻഡൻസി, അതായത് ഓരോരുത്തരുടെ ആക്ടിവിറ്റിക്ക് ബേസ് ചെയ്ത് സിങ്കിന്
രണ്ട് ഇലക്ട്രോൺ കൊടുത്തിട്ട് Zn2+ ആവാനുള്ള ആക്ടിവിറ്റിയാണ് അവിടെ കുറച്ചുകൂടെ ഫോർവേഡ് ആയിട്ട് നിൽക്കുക. അപ്പോൾ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി ദ ഇലക്ട്രോഡ് വിൽ ഹാവ് എ നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോഡ് വിൽ ഹാവ് എ നെഗറ്റീവ് ചാർജ്. എങ്ങനെ നെഗറ്റീവ് ചാർജ് കിട്ടുന്നത്? കാരണം ഇറ്റ് ഇസ് ലീവിങ് 2 ഇലക്ട്രോൺ. ആ മെറ്റൽ ഇലക്ട്രോഡ് 2 ഇലക്ട്രോണിനെ എന്താ ചെയ്യുന്നത്? അതിൻ്റെ മുകളിൽ നിന്ന് 2 ഇലക്ട്രോണിനെ losing its 2 electron and it is get converted into Zn2+. അപ്പോൾ ആ 2 ഇലക്ട്രോൺ എന്താവും? ആ ഇലക്ട്രോഡിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും ആൻഡ് thereby it acquires a നെഗറ്റീവ് ചാർജ്. അതുകൊണ്ടാണ് ഡാനിയൽ സെല്ലിൽ സിങ്കിന് എന്ത് ചാർജ് വരുന്നത്? നെഗറ്റീവ് ചാർജ്. അപ്പോൾ കോപ്പറിന് എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെയും ഇതേപോലത്തെ റിയാക്ഷൻ നടക്കും. എന്താണ്? Cu gives Cu2++ 2 ഇലക്ട്രോൺ ആൻഡ് റിവേഴ്സ് ആയിട്ട് നടക്കും. അത് ലിക്വിഡിലുള്ള Cu2+ 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് കോപ്പർ ആയിട്ട് മാറും. ഈ റിയാക്ഷൻ ഇങ്ങനെ സൈമിൾട്ടേനിയസ് ആയി നടന്ന് പെട്ടെന്ന് ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പം ഇതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി മുകളിൽ നിൽക്കും. മുകളിൽ നിൽക്കുന്നതിന് ആ ആക്ടിവിറ്റി ആയിരിക്കും മറ്റേ ആക്ടിവിറ്റിക്കാളും കുറച്ചുകൂടെ സ്പീഡിൽ നടക്കുന്നത്. അപ്പോൾ അതായിരിക്കും അവിടെ മുകളിൽ നിൽക്കുന്നുണ്ടാവുക. റിയാക്ഷൻ ആയിരിക്കും മറ്റേതിനേക്കാളും മുകളിലേക്ക് വരുന്നുണ്ടാവുക. സോ ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ ലിക്വിഡിൽ, അതായത് Cu2+ will be absorbing 2 electron from the metal atom and thereby depositing copper over. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ഈ Cu2+ അയോൺ ഉണ്ടല്ലോ, Cu2+ അയോണ് ഇലക്ട്രോഡ്, അതായത് നമ്മുടെ ഇലക്ട്രോഡിൻ്റെ മുകളിൽ നിന്ന് 2 ഇലക്ട്രോണിനെ എടുത്തിട്ട് കോപ്പറായിട്ട് മാറണം. ആൻഡ് thereby അവിടെ എന്ത് പറ്റുകയാണ്? അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇലക്ട്രോഡിന് കൂടുകയാണ്. കാരണം അതിൻ്റെ കയ്യിൽ ഇലക്ട്രോൺ അല്ലേ ഈ Cu2+ എടുത്തു കൊണ്ടുപോകുന്നത്. thereby they develop a പോസിറ്റീവ് ചാർജ്. അപ്പോൾ എന്തായി? കോപ്പറിനെ കമ്പയർഡ് ടു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇറ്റ് ഹാവ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് സിങ്ക് വിത്ത് റെസ്പെക്ട് ടു സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ വിൽ ഹാവ് എ നെഗറ്റീവ് ചാർജ്. അതുകൊണ്ടാണ് ഡാനിയൽ സെല്ലിൽ നമ്മൾ വരയ്ക്കുമ്പോൾ സിങ്കിന് നെഗറ്റീവ് ചാർജും കോപ്പറിന് പോസിറ്റീവ് ചാർജും പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ദേ ഹാവ് എൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അവിടെ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്തു? അതായത് ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ, അതായത് ഒന്നെങ്കിൽ ലൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പം അവിടെ ഒരു നേരിയ എനർജി ഡിഫറൻസ് വന്നു, അല്ലെങ്കിൽ ഒരു ചാർജിലെ ഡിഫറൻസ് വന്നു. ദേ ക്രിയേറ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇപ്പോൾ മനസ്സിലായാലും എങ്ങനെയാണ് ഒരു ഇലക്ട്രോഡിന് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് വരുന്നത്? അതായത് whenever a metal rod is dipped in a solution of its own ion, a potential is created at the ഇന്റർഫേസ്. ഇവരെ തമ്മിലുള്ള ഒരു ഇന്റർഫേസ്, അതായത് ലിക്വിഡ്, അതായത് സൊല്യൂഷനും ആ ഇലക്ട്രോഡും തമ്മിലുള്ള ഇന്റർഫേസിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരികയാണ്. ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഐദർ ബൈ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ, അല്ലേ? ഒന്നുകിൽ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുമ്പോൾ, ഇവിടെ എന്താ? സിങ്ക് ഇലക്ട്രോണിനെ ലൂസ് ചെയ്തത് കൊണ്ടാണ് സിങ്കിന് എന്ത് വന്നത്? അവിടെ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ സിങ്കിന് അവിടെ എന്ത് നടന്നു? അപ്പോൾ സിങ്കിന് അവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു. ഇവിടെ കോപ്പറിന് എന്ത് പറ്റി? കോപ്പർ റിഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് ഹാവിങ് എ നെഗറ്റീവ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ദ സൊല്യൂഷൻ ആൻഡ് സിങ്ക് കോപ്പർ ഇസ് ഹാവിങ് എ പോസിറ്റീവ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ദ സൊല്യൂഷൻ ആൻഡ് സിങ്ക് ഇസ് ഹാവിങ് എ നെഗറ്റീവ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ദി സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. സിങ്ക് ഇങ്ങനെ അയോണിനെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ തന്നെ സിങ്ക് അയോണ് ഇലക്ട്രോണിനെ വാങ്ങുന്നു, തിരിച്ച് സിങ്ക് ആവുന്നു. ഈ ഒരു പ്രോസസ്സ് പെട്ടെന്ന് ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇക്വിലിബ്രിയത്തിലെത്തുമ്പോൾ ഏത് റിയാക്ഷനാണ് കൂടുതൽ ആക്റ്റീവ് അവരാണ് അവിടെ എൻഹാൻസ് ചെയ്ത് നിൽക്കുക. സിങ്കിൻ്റെ കേസിൽ ഓക്സിഡേഷൻ, അതായത് സിങ്ക് ഇലക്ട്രോണിനെ കൊടുക്കുന്നു, എന്നിട്ട് Zn2+ ആവുന്നതാണ് കൂടുതൽ ആക്റ്റീവ്. ആരെക്കാളും? Zn2+ ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് സിങ്ക് ആവുന്നതിനേക്കാളും. സോ ഇവിടെ എന്താ? ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോണിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോണിനെ ലൂസ് ചെയ്യല്ലേ, നെഗറ്റീവ് ചാർജ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് thereby zinc is having a നെഗറ്റീവ് ചാർജ്. കോപ്പറിൻ്റെ കേസിൽ അതായത് Cu2+ ഇങ്ങനെ ഇലക്ട്രോണിനെ വാങ്ങുന്നുണ്ട്, കോപ്പർ ഇലക്ട്രോണിനെ കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊരു സ്റ്റേജ് എത്തുമ്പം അവിടെ ഏത് പ്രോസസ്സാണ് കൂടുതൽ നിൽക്കുന്നത്? ദ കൺവേർഷൻ ഓഫ് Cu2+ 2 ഇലക്ട്രോൺ, അതായത് Cu2+ 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് കോപ്പർ ആവുന്ന പ്രോസസ്സാണ് മുകളിൽ നിൽക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോപ്പറിന് എന്ത് ചാർജ് കൂടി? പോസിറ്റീവ് ചാർജ് കൂടി. കാരണം ഈ Cu2+ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോണിൻ്റെ മുകളിൽ. ഇലക്ട്രോണിനെ കംപ്ലീറ്റ് Cu2+ വാങ്ങുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോപ്പർ വിൽ ബി ഹാവിങ് എ പോസിറ്റീവ് ചാർജ്. അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്ത് പറയുക?
ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ പ്രോസസ്സ് വഴിയാണ്? ഇറ്റ് ഈസ് ബൈ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, അല്ലെ ഓക്സിഡേഷൻ വഴിയാണ്, അല്ലെങ്കിൽ റിഡക്ഷൻ വഴിയാണ്. സോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇസ് പോസിബിൾ ഐദർ ബൈ ദ പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ. അപ്പം ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഒരു ഇലക്ട്രോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ പൊട്ടൻഷ്യലിനെ നമ്മൾ എന്ത് പറയും? ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും. ഇപ്പോൾ ഒരു മെറ്റൽ ഇസ് ഡിപ്ഡ് ഇൻ സൊല്യൂഷൻ ഓഫ് ഇറ്റ്സ് ഓൺ, അവിടെ റിഡക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ അവിടെ എന്ത് പൊട്ടൻഷ്യലാണ് ഡെവലപ്പ് ചെയ്യുന്നത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പം ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും എന്താണെന്ന് മനസ്സിലായി. ഇനി എന്താ നമുക്ക് ഇവിടെ പറയാനുള്ളത്? ഒന്ന് പറയാം, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പറയാം എന്താണ് ഈ സ്റ്റാൻഡേർഡ്. എപ്പോഴും നമ്മൾ പറയും സ്റ്റാൻഡേർഡ് വാല്യൂ വേണം, ഫിസിക്സിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് കാൽക്കുലേഷൻ, സ്റ്റാൻഡേർഡ് വാല്യൂ. എന്താണ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആർബിറ്ററലി ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ കണ്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ല, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ, സിങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. നമ്മളിപ്പം സാധാരണ ഏതെങ്കിലും, അതായത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ നമ്മൾ പല മൊളാരിറ്റിയിലൊക്കെ ചെയ്യാം. നിങ്ങൾക്കറിയാം മൊളാരിറ്റി എന്താണെന്നൊക്കെ അല്ലേ? സൊല്യൂഷൻ്റെ മൊളാരിറ്റി, പല മൊളാരിറ്റിയിൽ നമുക്ക് സൊല്യൂഷൻ വെച്ചിട്ട് ചെയ്യാം. ഇഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ വിച്ച് വി ഹാവ് ടേക്കൺ ഇസ് 1 മോളാർ, അതായത് യൂണിറ്റി കോൺസെൻട്രേഷനിലാണെങ്കിൽ അപ്പോൾ കിട്ടുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമ്മൾ എന്ത് പറയും? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താ പറയുക? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഇ എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ്? ഇ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ജനറേറ്റഡ് ഫ്രം എ മെറ്റൽ ആൻഡ് the solution of its own ion at 1 molar concentration and which is maintained at 25 degrees Celsius or 298 Kelvin. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഞാൻ പറഞ്ഞു ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പം നോർമൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് കാണിച്ചു നമ്മൾ ഇ എന്നാണ് പറയാം. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് ഇൻ്റെ മുകളിൽ നമ്മളൊരു 0 ഇട്ട് കൊടുക്കും. എന്താ പറയുക? E0. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം പ്രോബ്ലം നിങ്ങൾക്ക് ഇതിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. സോ യു ഷുഡ് നോ വാട്ട് ഇസ് ഇ ആൻഡ് വാട്ട് ഇസ് E0. സോ ഇ റെപ്രസെൻറ്റ് ദി പൊട്ടൻഷ്യൽ ഓഫ് എൻ ഇലക്ട്രോഡ്. അപ്പം ആ പൊട്ടൻഷ്യലും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സൊല്യൂഷനും മെറ്റലിനെ ഡിപ്റ്റിനെ സൊല്യൂഷൻ ഓഫ് ഇറ്റ്സ് ഓൺ അയോണിൽ അതിലിപ്പോൾ കോൺസെൻട്രേഷൻ 1 മോളാർ ഒന്നുമല്ല, നമ്മൾ അങ്ങനെ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്തില്ല. ദർബൈ അപ്പോൾ നമുക്കൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും, അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ, സിങ്ക് എന്ത് പറയാം. ഇനി ഞാൻ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാത്ത കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ, ഞാൻ എടുക്കുന്ന സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാറും ആൻഡ് ദ ടെമ്പറേച്ചർ ഇസ് മെയിൻറ്റെയിൻഡ് എസ് 25 ഡിഗ്രി സെൽഷ്യസ് ഓർ 298 കെൽവിൻ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ കിട്ടുന്ന പൊട്ടൻഷ്യലിനെ ഞാൻ എന്ത് പറയും? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആൻഡ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ പറഞ്ഞല്ലോ. അപ്പം if the electrode acquires a negative charge, then that electrode will act as an anode. If the electrode acquires a negative charge with respect to the solution consider ചെയ്യുമ്പോൾ ഇലക്ട്രോഡിന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ it will act as the anode, and if the electrode acquires a പോസിറ്റീവ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ദ സൊല്യൂഷൻ ഇറ്റ് വിൽ ആക്ട് ആസ് ദി കാത്തോഡ്. നല്ലോണം മനസ്സിൽ വെക്കണം. ഡാനിയൽ സെല്ലിൻ്റെ കേസിലും ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ കേസിലും ഈ ഒരു ഡിഫറൻസ് ഉണ്ട്. ഡാനിയൽ സെല്ലിൽ ആനോഡ് നെഗറ്റീവ് ആയിരിക്കും ആൻഡ് ദി കാത്തോഡ് വിൽ ബി പോസിറ്റീവ്. ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ് നിങ്ങൾക്കറിയാം? ആനോഡിലാണ്, കാത്തോഡിലാണ് റിഡക്ഷൻ നടക്കുക. അപ്പോൾ ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിക്കാം എങ്ങനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക അല്ലേ? സിങ്ക് വെൻ ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് വിൽ ഹാവ് എൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. കോപ്പർ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് ഹാവ് എ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സിൽവർ ഡിപ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ വിൽ ഹാവ് എൻ ഇലക്ട്രോഡ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ നമ്മൾ വെറുതെ ഒരു സെല്ലിനെ എടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് എനദർ സെൽ. പക്ഷെ ആ സെല്ലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് അറിയണം. എന്നാലേ നമുക്ക്, ഇപ്പം നമുക്കറിയാം
നമുക്ക് ഏതൊരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു വാല്യൂ അറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് തൊട്ടടുത്തുള്ള ഒരു വാല്യൂ അറിഞ്ഞാൽ മാത്രം. ഇപ്പോൾ x+y, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, x+y ഈസ് ഈക്വൽ ടു 3 എന്നൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വി നെവർ നോ ദാറ്റ് വാട്ട് ഇസ് y. അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു ഗെറ്റ് ഈ വൈൻ്റെയോ അല്ലെങ്കിൽ എക്സിൻ്റെയോ വാല്യൂ നമുക്കറിയണം. ഇപ്പോൾ എക്സാമ്പിൾ തന്ന ദ വാല്യൂ ഓഫ് y ഈസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത്, വൈൻ്റെ വാല്യൂ 2 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും എന്നുള്ളത്. അതേപോലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ വി ഷുഡ് നോ, നമുക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു വാല്യൂ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് സ്റ്റാൻഡേർഡ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ലെങ്ത്ത് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്, ലെങ്ത്ത് ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യാൻ കുറേ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതേപോലെ ഈ ഒരു നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കറക്റ്റായിട്ട് തരുന്ന ഒരാളാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. എന്താണ്? SHE. അതായത് ഞാൻ ഒരിക്കലും SHE കയറിയിട്ട് ഷീ എന്ന് വിളിക്കരുത്. ഇറ്റ് ഇസ് SHE, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഈ ഇലക്ട്രോഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇലക്ട്രോഡ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഈ ഒരു ഇലക്ട്രോഡിൻ്റെ വാല്യൂ അവർ ആർബിറ്റർലി ഒക്കെ കണ്ടുപിടിച്ച് അവർ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ വോൾട്ടേജ് ഓർ ദി പൊട്ടൻഷ്യൽ ഡെവലപ്ഡ് ഓൺ SHE ഈ 0.000 വോൾട്ട് എന്നുള്ളതാണ് അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ആർബിറ്റർലി ഫൗണ്ട്. അതായത് ഇവരൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്, ഹൗ ദറ്റ് ഇലക്ട്രോഡ് ഇസ് വർക്കിംഗ്. എന്നിട്ട് അതിൽ ഡെവലപ്പ് ചെയ്യുന്ന അതിൽ ഉണ്ടാവുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണെന്ന് അവർ ആർബിറ്ററിൽ കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ കിട്ടിയാൽ നമുക്ക് എന്ത് സുഖമാണ്. ഇപ്പോൾ എനിക്ക് സിങ്കിൻ്റെ കാണണമെങ്കിൽ ഞാൻ സിങ്കിനും ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിനെയും കൂടെ കണക്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ഇവരുടെ ടോട്ടൽ സെൽ വോൾട്ടേജ് കിട്ടും. എനിക്ക് ഒരാളുടെ സെൽ വോൾട്ടേജ് ഓട്ടോമാറ്റിക്കലി അറിയെങ്കിൽ മറ്റേ ആൾക്കാരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, ഈസി ആണല്ലോ. അപ്പോൾ ആദ്യം എന്താണ് ഈ SHE എന്ന് പറയുന്നത്? വാട്ട് ഇസ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്? യു ക്യാൻ സീ ദ പിക്ചർ ഹിയർ. എന്താണ് അവിടെ ഉള്ളത് വെച്ചാൽ, എ പ്ലാറ്റിനം വൈറസ് ദെൻ ഡൗൺ ടു ദാറ്റ് ദർ ഇസ് എ പ്ലാറ്റിനം ഫോയിൽ അറ്റാച്ച്ഡ് ടു ഇറ്റ് ആൻഡ് ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ ഗ്ലാസ്. അതൊരു ഗ്ലാസ് സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. എന്നിട്ട് ഇറ്റ് ഇസ് ഡിപ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ, H+ അയോൺ ഉള്ള സൊല്യൂഷനിലാണ്. അതിൻ്റെ കോൺസെൻട്രേഷൻ ശ്രദ്ധിക്കണം, 1 മോളാർ കോൺസെൻട്രേഷൻ. ആൻഡ് അതിൻ്റെ അവിടെ നിങ്ങൾക്കൊരു പമ്പ് കാണാം, ത്രൂ വിച്ച് ഹൈഡ്രജൻ ഗ്യാസസ് ബബിൾ. ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മൾ കണ്ടിന്യൂസ് ആയി അതിലേക്ക് ബബിൾ ചെയ്യുന്നതുണ്ട്. ആൻഡ് പ്രഷർ ഇസ് മെയിൻറ്റെയിൻ, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ 1 atmospheric 1 bar പ്രഷറിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പ്രഷർ. എന്നിട്ട് എന്താ ചെയ്യുന്നത്, വി ആർ കണക്ട്. അപ്പം എന്തൊക്കെയാണ് സെറ്റപ്പ് നോക്കിയാൽ യു ക്യാൻ സീ എ platinum wire to which a platinum foil is connected, which is placed inside a glass cylinder, and this is placed in a solution of H+ ion which is having a concentration of 1 molar concentration, and hydrogen gas is bubbled to this by maintaining a pressure of 1 bar. Pressure maintain ചെയ്യുന്നുണ്ട്, and the temperature is 225 degrees Celsius or 298 Kelvin. ഇത്രയും കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഇലക്ട്രോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഹൈഡ്രജൻ പ്ലാറ്റിനം ഫോയിൽ, പ്ലാറ്റിനം വയറിൽ പ്ലാറ്റിനം ഫോയിലൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ടാവും. അവിടെ എന്ത് റിയാക്ഷൻ? അപ്പം ഞാൻ പറഞ്ഞു എന്ത്, SHEയിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൽ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ടാവും. ഹൈഡ്രജൻ ഗ്യാസ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു H+ അയൺ ബൈ ദ ലിബറേഷൻ ഓഫ് 2 ഇലക്ട്രോൺ ഓർ ദിസ് H+ അയോൺ. ഞാൻ പറഞ്ഞു H+ അയണിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl പോലത്തെ സൊല്യൂഷൻ ആണ് അവിടെ അവരെ സൊല്യൂഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് സൊല്യൂഷനിലെ H+ അയോൺ accept this electron and it get converted into hydrogen gas. നമ്മളിപ്പം zinc gives 2 electron to form Zn2 plus 2 electron or Zn2 plus. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ പറഞ്ഞില്ലേ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു റിയാക്ഷൻ നടക്കും. അതേപോലെ ഇവിടെയും ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഇതാണ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷനും നടക്കാം, റിഡക്ഷനും, ബോത്ത് ദ റിയാക്ഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതിൻ്റെ അടുത്ത് എനിക്കിപ്പം ഇതിൻ്റെ വോൾട്ടേജ് അറിയാം, എനിക്കറിയാം ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇറ്റ് വാസ് ആർബിട്രറിലി ഫൗണ്ട് ഇറ്റ് വാസ് ടു ബി 0.0000. അതാണ് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്. ഇനി എനിക്ക് സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാൻ ഞാൻ എന്ത് ചെയ്യും, ഐ വിൽ കണക്ട് സിങ്ക് റോഡ്, zinc sulfate solution and this platinum wire, അതായത് ഈ SHEനെയും കൂടെ കണക്ട് ചെയ്യും. ആൻഡ് ദേ ആർ കണക്റ്റഡ് ത്രൂ എ വയർ അല്ലേ, നമ്മൾ ചെയ്ത പോലെ തന്നെ. ആൻഡ് സർക്യൂട്ട് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക, സോൾട്ട് ബ്രിഡ്ജൊക്കെ വെച്ച് കണക്ട് ചെയ്തു. എന്നിട്ട് എനിക്ക് എന്ത് കിട്ടും, ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാം. ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എങ്ങനെ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന അറിയണ്ടേ അല്ലേ. അപ്പോൾ ഇനി എന്താ നമുക്ക് വേണ്ടത്,
നമുക്ക് അടുത്തൊരു ടേമും കൂടെ പഠിക്കണം. അപ്പോൾ ഇപ്പം എന്ത് മനസ്സിലായില്ലേ? വാട്ട് ഈസ് SHE? SHE ഈസ് യൂസ്ഡ് ആസ് എ റെഫറൻസ് ഇലക്ട്രോഡ്. ഒരു റെഫറൻസ് ഇലക്ട്രോഡ്. എന്തിന് റെഫറൻസ് ഇലക്ട്രോഡാണ്? ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി മെറ്റൽസിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ളൊരു റെഫറൻസ് ഇലക്ട്രോഡാണ് ആര്? SHE എന്ന് പറയുന്നത്. SHEൻ്റെ വാല്യൂ ആർബിറ്റർലി ഇറ്റ് ഇസ് ഫൗണ്ട് ടു ബി 0.00 വോൾട്ട് എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ നോക്കണം. നമ്മൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തരും. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആവും, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആവും. അപ്പം യൂണിവേഴ്സലി ഇറ്റ് ഇസ് സെഡ് ദാറ്റ് നമ്മൾക്കൊരു ക്വസ്റ്റ്യനിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് പൊട്ടൻഷ്യൽ ആയിരിക്കും വെച്ചാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെന്നുള്ളതാണ്. അപ്പം നമുക്ക് എപ്പം പൊട്ടൻഷ്യൽ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ഓർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ഓർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ലിത്യം എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിൽ വരണം ഈ തന്നിരിക്കുന്ന വാല്യൂ അവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെന്നുള്ളതാണ്. കാരണം ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയും ദ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ലിത്യം അല്ലെങ്കിൽ ദ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഇത് എന്നുള്ളത് പറയും. അപ്പം നമുക്കിപ്പം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഇറ്റ് ഇസ് ആർബിറ്റർലി ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഇസ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ അത് എടുത്ത് പറയണ്ട. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വേണം ദിസ് ഇസ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ. കാര്യം പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, എന്താണ് SHE എന്ന് പറഞ്ഞു. അപ്പോൾ SHE നമ്മൾ എന്താ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതിന്. നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാത്ത മെറ്റൽസിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നമ്മൾ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് നമ്മൾ പറയാം. അതിൻ്റെ മുന്നേ നമുക്ക് പറയാനുള്ള ഒരാളാണ് സെൽ പൊട്ടൻഷ്യൽ. എന്താണ്? സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ. ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള ആൾക്കാരുണ്ടാവണം. അപ്പം ഒരു സെല്ലിനൊരു പൊട്ടൻഷ്യൽ. അപ്പം നമ്മൾ നേരത്തെ ഒരു ഇലക്ട്രോഡിൻ്റെ മാത്രം പൊട്ടൻഷ്യലാണ് പറഞ്ഞത്. ഇനി എങ്ങനെ ഒരു സെല്ലിന് പൊട്ടൻഷ്യൽ ഉണ്ടാവുക? നമുക്കറിയാം സിങ്ക് ഇൻ സിങ്ക് സൾഫേറ്റ് വിൽ ബി ഹാവിങ് എ പൊട്ടൻഷ്യൽ, അല്ലെ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. കോപ്പർ ഇൻ കോപ്പർ സൾഫേറ്റ് വിൽ ബി ഹാവിങ് ഇറ്റ്സ് ഓൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. The difference between these two electrode potential is known as cell potential. അതായത് ഈ രണ്ടാൾക്കാരുടെ ആനോഡിൻ്റെയും കാത്തോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസ് ആണ് എന്ത്? സെൽ പൊട്ടൻഷ്യൽ എന്ന്. സെൽ പൊട്ടൻഷ്യൽ ഇസ് ദ ഡിഫറൻസ് ഓഫ് ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി ടു ഇലക്ട്രോഡ്, അതായത് കാത്തോഡ് ആൻഡ് ദി ആനോഡ്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വേറൊരു ടേം ഉണ്ട്. എന്താണ്? EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അതെന്താണ്? The electrode, or the difference between the electrode potential of the cathode and anode when no current is drawn through it. അതായത് നമ്മൾ ഒരു കറണ്ടും ഡ്രോ ചെയ്യാത്ത സമയത്ത് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? EMF. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫിസിക്സിലൊക്കെ. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓർ ദി സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? It is the potential difference. It is the potential difference of the cathode and the anode. കാത്തോഡിൻ്റെയും ആനോഡിൻ്റെയും പൊട്ടൻഷ്യൽ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെൻ നോ കറണ്ട് ഇസ് ഡ്രോൺ ത്രൂ ഇറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇലക്ട്രോഡ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽ പൊട്ടൻഷ്യൽ. സെല്ലിൻ്റെ അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ തന്നെ? ഈ സെൽ. അപ്പോൾ ഞാൻ പറഞ്ഞു സെൽ എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടാളെയും ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ആ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെൽ ഇസ് ഈക്വൽ ടു കാത്തോഡ് മൈനസ് ആനോഡ്. എന്താണ്? കാത്തോഡ് മൈനസ് ആനോഡ് എന്നും പറയും. അല്ലെങ്കിൽ വേറെ ഒരു ഇതും കൊണ്ട് റൈറ്റ് മൈനസ് ലെഫ്റ്റ്. റൈറ്റും ലെഫ്റ്റും എന്താ? നമുക്കറിയാം. നമ്മൾ എങ്ങനെയാണ് ഗാൽവനിക് സെല്ല് റെപ്രസെൻ്റ് ചെയ്ത്? Zn ബാർ Zn2 പ്ലസ് ഡബിൾ ബാർ Cu2 പ്ലസ് ബാർ Cu. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു ഗാൽവനിക് സെല്ലും റെപ്രസെൻറ്റ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ആനോഡ് എഴുതും, ദെൻ കംസ് ദി കാത്തോഡ്. ആദ്യം നമ്മൾ ആനോഡ്, കാത്തോഡ്, ആൻഡ് ദീസ് ആർ സെപ്പറേറ്റഡ് ബൈ 2 വെർട്ടിക്കൽ ലൈൻ വിച്ച് റെപ്രസെൻറ്റ് ദി സോൾട്ട് ബ്രിഡ്ജ്, അല്ലേ? നമുക്കറിയാം ഒരു സോൾട്ട് ബ്രിഡ്ജ് പോലെ കാണിക്കുന്നതാണ് എന്ത്? ഈ 2 ലൈന്. ഇതെന്താ കാണിക്കുന്നത്? സിങ്ക് റോഡ് ഇസ് dipped in zinc sulfate solution and copper. ഇവിടെ എന്താ നടക്കുന്നത്? zinc is losing its 2 electron to form Zn2 plus and Cu2 plus which is present in the solution will accept the 2 electron and thereby it get converted into copper. നമുക്കറിയാം ആ റിയാക്ഷൻ ഒക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതിലെ കാത്തോഡും ആനോഡും ആരാ? നമുക്കറിയാം ഓക്സിഡേഷൻ എവിടെയാണോ നടക്കുന്നത് അത് ഏത് സെല്ലിലായാലും ഓക്സിഡേഷൻ ആനോഡിലാണ് നടക്കുക. ഇതാണ് നമ്മുടെ ആനോഡ്, ഇതാണ് നമ്മുടെ കാത്തോഡ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? കാത്തോഡ് എന്ന് പറഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ ഓഫ് ദി കാത്തോഡ്, കോപ്പറിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് പൊട്ടൻഷ്യൽ ഓഫ് ദി ആനോഡ്. ആരാണ്? സിങ്കിൻ്റെ പൊട്ടൻഷ്യലും ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി സെൽ. അതായത് ആ സെല്ലിന് എത്ര പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എത്ര വോൾട്ടേജ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇനി
അതേ ഫോമുല തന്നെ ഞാൻ ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്. അപ്പോൾ ലെഫ്റ്റ് ഏതാ? ഇതാണ് ഇതിൻ്റെ റൈറ്റ്, ഇതാണ് ലെഫ്റ്റ് അല്ലേ. അപ്പം ഇ റൈറ്റ് അത് തന്നെയല്ലേ. അപ്പം ഞാൻ ഇത് ഇ കാത്തോഡ്. ഈ റൈറ്റിൽ ആരാ ഉള്ളത്? റൈറ്റിൽ ആരാ ഉള്ളത്? കോപ്പർ. ലെഫ്റ്റിൽ ആരാ ഉള്ളത്? സിങ്ക്. അപ്പം കോപ്പറിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് സിങ്കിൻ്റെ പൊട്ടൻഷ്യൽ അത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനാണ് ഇത് പറഞ്ഞത്? ഇപ്പം ഞാൻ SHE വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, SHE വെച്ച് കണക്ട് ചെയ്ത് സിങ്കും കോപ്പറും ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് അവിടെ നിന്നുള്ള വാല്യൂ കിട്ടും. എന്ത് കിട്ടും? കോപ്പറിനാണ് കണക്ട് ചെയ്ത് വെച്ചാൽ കോപ്പറിൻ്റെ വാല്യൂ കിട്ടും, സിങ്കാണ് കണക്ട് ചെയ്ത് വെച്ചാൽ സിങ്കിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ പറയാനുള്ളത്, ഞാൻ പറഞ്ഞു റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പം നമ്മളിപ്പം എപ്പോഴും റിഡക്ഷൻ പൊട്ടൻഷ്യൽ, അപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി റിഡക്ഷൻ പൊട്ടൻഷ്യലും ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് എ സെയിം എലിമെന്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇപ്പം വെറുതെ വിചാരിക്കുക, സിൽവറിൻ്റെ ഇതല്ല കേട്ടോ അതിൻ്റെ വാല്യൂ, സിൽവറിൻ്റെത് 0.32 ആണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ജസ്റ്റ് ദി ഓപ്പോസിറ്റ് സൈൻ ഓഫ് ദി റിഡക്ഷൻ പൊട്ടൻഷ്യൽ. സിൽവറിന് ഇപ്പം ഇതാണ് അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്താ? ഒരു ജസ്റ്റ് ഓപ്പോസിറ്റ്, അതിൻ്റെ സൈന് മാത്രമേ മാറുകയുള്ളൂ. എന്ത് മാറുന്നില്ല? വാല്യൂ മാറൂല. ഇതൊന്നും മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. അപ്പം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇപ്പം നമ്മൾ പറഞ്ഞു, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എല്ലാം നമ്മൾ പറഞ്ഞു. SHE എന്താ, SHE കണക്ട് ചെയ്യുമ്പോൾ ഇനി കുറച്ച് ബേസിക് ആയിട്ടുള്ള നമുക്ക് ചില വാല്യൂസ് കിട്ടുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻഫറൻസ് പറയാന്നുള്ള. അപ്പം ഇനി ഈ ഒരു ഇക്വേഷൻ നോക്കൂ. ഇതെന്താ ഇക്വേഷൻ അല്ല, ദിസ് ഇസ് റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ റെപ്രസെൻറ്റ് ചെയ്തു അല്ലേ. പ്ലാറ്റിനം, ഹൈഡ്രജൻ, H+ അയൺ 1 മോളാർ കോൺസെൻട്രേഷനിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1 ബാർ അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇക്വേഷനിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം. സോ നമ്മളിപ്പം SHEനെയും കോപ്പറിനെയും വെച്ച് കണക്ട് ചെയ്തപ്പം വി ഗോട്ട് എ വാല്യൂ ഓഫ് 0.34. നമുക്ക് എത്ര വാല്യൂ കിട്ടിയത്? 0.34. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. SHE ക്യാൻ ആക്ട് ആസ് ബോത്ത് ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദി മെറ്റൽ ടു വിച്ച് ഇറ്റ് ഇസ് കണക്റ്റഡ്. അപ്പോൾ അത് ഏത് മെറ്റലാണ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഓക്സിഡേഷനും നടക്കാം, റിഡക്ഷനും നടക്കാം. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ചെയ്തപ്പം ദ വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ്, ഇതും നമ്മൾ SHE വെച്ച് കണക്ട് ചെയ്യുമ്പം സിങ്ക് ആണെങ്കിലോ കോപ്പർ ആണെങ്കിലും ഏത് മെറ്റലാണെങ്കിലും അതും 1 മോളാർ കോൺസെൻട്രേഷൻ, അതായത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ഒരു പോസിറ്റീവ് സൈനാണ്, +34. അതിനനുസരിച്ച് വെൻ ഇറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് സിങ്ക്, SHEനെ നമ്മൾ സിങ്ക് വെച്ച് കണക്ട് ചെയ്തപ്പോൾ വി ആർ ഗെറ്റിംഗ് എ നെഗറ്റീവ് വാല്യൂ. അപ്പോൾ എന്താണ് ഈ പോസിറ്റീവും നെഗറ്റീവ് വാല്യൂം റെപ്രസെൻറ്റ് ചെയ്യുന്നത്? The positive value of an electrode potential just give us an inference that copper is easily reduced by SHE. കോപ്പറിനെ ഈസി ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദ പോസിറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഷോസ് ദാറ്റ് the copper is easily reduced. കോപ്പർ ആണ് H+ അയോണിനെ കമ്പയർ ചെയ്യുമ്പം കോപ്പർ 2+ അയോൺ ആണ് ഈസിലി അണ്ടർഗോൺ റിഡക്ഷൻ. അപ്പോൾ ഇവിടെ കോപ്പർ റെഡ്യൂസ്ഡ് ആയി, അല്ലെങ്കിൽ ഹൈഡ്രജൻ അവിടെ എന്തായി? അവിടെ ഓക്സിഡേഷൻ ആണ് അവിടെ നടക്കുന്നതെന്ന് കാണിച്ചു. അപ്പോൾ കോപ്പർ ഇവിടെ എന്തായി? റിഡക്ഷൻ നടന്നു. ഇവിടെ നമുക്ക് EMF കിട്ടിയപ്പം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കിട്ടിയത് അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ കിട്ടിയത് ഇരിക്കുന്നത് എത്രയാണ്? 0.76 ആണ്, നെഗറ്റീവ്, -0.76. So the negative value of the cell potential just make us understand that zinc reduce H+ ion. സിങ്കിന് എന്ത് ചെയ്യാൻ കഴിവുണ്ട്? H+ അയോണ് റെഡ്യൂസ് ആവും, സിങ്ക് ഇറ്റ് സെൽഫ് ഗെറ്റ് അണ്ടർഗോ ഓക്സിഡൈസ്. സിങ്ക് എന്താ ചെയ്യുന്നത്? അവിടെ ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ റെപ്രസെൻറ്റ് ദ എന്താണ്? സിങ്ക് ഇവിടെ ഓക്സിഡൈസ്ഡ് ആയി, അല്ലെങ്കിൽ ഇവിടെ പോസിറ്റീവ് വാല്യൂ ഓഫ് കോപ്പർ എന്താ കാണിക്കുക? ഇറ്റ് ഇസ് അണ്ടർഗോ റിഡക്ഷൻ. അപ്പോൾ നമുക്കിപ്പം കോപ്പറിൻ്റെ വാല്യൂയും കിട്ടി, സിങ്കിൻ്റെ വാല്യൂയും കിട്ടി. ഇനി നമുക്ക് ഈ സെൽ അല്ലെങ്കിൽ EMF ഓഫ് E0 സെൽ, സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ E0 സെൽ ഓഫ് നമ്മുടെ Zn ബാർ Zn2+, ഡബിൾ ബാർ Cu 2+ ബാർ Cu, ഇതേതാ? ഡാനിയൽ സെൽ വിച്ച് ഇസ് കൺസ്ട്രക്റ്റഡ് ബൈ സിങ്ക് ആൻഡ് കോപ്പർ. ഇതിൻ്റെ EMF കണ്ടുപിടിച്ചൂടെ? ഈസി അല്ലേ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? E0 സെൽ ഇസ് ഈക്വൽ ടു നമുക്കറിയാം E കാത്തോഡ് മൈനസ് E ആനോഡ് ആണ് അല്ലേ. ഇവിടെ കാത്തോഡ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ, ആർക്കാ റിഡക്ഷൻ? കോപ്പറിന്. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാ? 0.34 മൈനസ്
ആൻഡ് ഈ ഓക്സിഡേഷൻ നടക്കുന്നതായിരിക്കും സിങ്കിൻ്റെ വാല്യൂ എത്രയാണ് -0.76 മൈനസും നമുക്കറിയാം പ്ലസ് ആണ്. സോ ദ വാല്യൂസ് 0.34 പ്ലസ് 0.01 11 ദാറ്റ് ഇസ് 1.10 വോൾട്ട്. എത്രയാണ് എൻ്റെ വോൾട്ട് വരുന്നത്? ദ സെൽ പൊട്ടൻഷ്യൽ 1.10 വോൾട്ട്. ഇതാണ് ആരുടെ സെൽ പൊട്ടൻഷ്യൽ? The Daniell cell which is constructed by zinc sulfate solution and copper sulfate solution. Clear ആവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നമ്മൾ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാലോ. അത് പൊട്ടൻഷ്യൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് എവിടെ? ഒരു ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പോൾ അവർ ഇൻ്റർഫേസിൽ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യേണ്ടത്, അതിനാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇഫ് വി ആർ മെയിൻറ്റെയിനിങ് എ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ലൈക്ക് ദ സൊല്യൂഷൻ ഇസ് അറ്റ് 1 മോളാർ സൊല്യൂഷൻ, അതായത് നമ്മൾ എടുക്കുന്ന സിങ്ക് സൾഫേറ്റ് ആണെങ്കിൽ സിങ്ക് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ആ സിങ്ക് സൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആണെങ്കിൽ, എന്നിട്ട് നമ്മൾ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ആണെങ്കിൽ, നമ്മൾ അപ്പോൾ കിട്ടുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. നമുക്ക് ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ വെറുതെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് നമുക്കൊരു റെഫറൻസ് വേണം. ആ റെഫറൻസിന് യൂസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ SHE, സ്റ്റാൻഡേർഡ് ഹൈഡ്രോജൻ ഇലക്ട്രോഡ്. അതിൻ്റെ യൂണിവേഴ്സലി അതിൻ്റെ വാല്യൂസ് ആർബിറ്റർലി ഇറ്റ്സ് 0.00 വോൾട്ട്. അപ്പോൾ ഏത് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം? ഇറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് SHE എന്ന് പറഞ്ഞു. എന്നിട്ട് SHEയിൽ വെച്ച് കണക്ട് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് EMF എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി കാത്തോഡ് ആൻഡ് ആനോഡ് വെൻ നോ കറണ്ട് ഇസ് ഡ്രോൺ ഫ്രം ഇറ്റ്. അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ EMF അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പറഞ്ഞു. പിന്നെ അവിടെ എന്താ പറയുക? ഹൗ ടു ഫൈൻഡ് ഔട്ട് ദി സെൽ പൊട്ടൻഷ്യൽ ഇഫ് വി നോ ദി കാത്തോഡ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി കാത്തോഡ് ആൻഡ് ആനോഡ്. ഇഫ് വി നോ ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓർ ദി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാത്തോഡ് ആൻഡ് ആനോഡ്, വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി സെൽ പൊട്ടൻഷ്യൽ ബൈ ദ ഫോർമുല E കാത്തോഡ് മൈനസ് E ആനോഡ് ഓർ E റൈറ്റ് മൈനസ് E ലെഫ്റ്റ് ആണ്. പിന്നെ നമുക്കില്ലേ നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളൂ ഭയങ്കര ഈസി ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, SHE, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആനോഡ് എന്ന് പറയുന്നത് the electrode which is in negative, electrode which is having a negative charge with respect to the solution is anode in the case of നമ്മുടെ Daniell cell, and the electrode which is having a positive charge with respect to the solution is act as a cathode എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. ഇത്ര ബേസിക് ആയിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തിനാണ് എല്ലാവരും നന്നായി പഠിക്കാൻ? മനസ്സിലാവാത്ത കാര്യം ധൈര്യമായിട്ട് കമൻസിലിട്ടോളൂ, നമുക്ക് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.